എനിക്ക് ഉണ്ടായ ഡിസീസ് സ്കോളിയോസിസ്. അതിൽ എൻ്റെ പേരൻസ് കുറേ അന്വേഷിച്ചിട്ടുണ്ട്, കുറേ ഡോക്ടർ പിന്നെ ആയുർവേദിക്കെല്ലാം ആക്കിയിട്ടുണ്ടായി. അങ്ങനെ ലാസ്റ്റ് കുറേ ഫാമിലിക്കാരും പറഞ്ഞിട്ടുണ്ടായി ഏതിലും റിസ്ക് എടുക്കുന്നത് വേണ്ട. എന്നാൽ ഒരു സ്മോൾ മിസ്റ്റേക്ക് എൻ്റെ ലൈഫ് ടൈമിന് എഫക്റ്റ് ആവാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ എൻ്റെ പേരൻസിൻ്റെ സപ്പോർട്ടോട് കൂടെ കുറേ അന്വേഷിച്ചിട്ട് പിന്നെ ഫസൽ സർ കിട്ടിയിട്ടുണ്ട്. അവർ കിട്ടിയത് എന്തോ ഒരു ഭാഗ്യം മാതിരിയാണ്. അവരുടെ ഒരു ട്രീറ്റ്മെൻറ്റും അവർ സംസാരിക്കുന്നതും ഒരു പേഷ്യൻറ്റിനോടുള്ള ഒരു ബന്ധം, അഫെക്ഷന് എല്ലാം ഒരു എന്തോ ഒരു ആളൊരു വേറെ ഒരു മാതിരിയാണ്. അങ്ങനെയായിട്ട് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് എല്ലാം ആയി. ഇടയ്ക്കിടയ്ക്ക് വന്ന് മുണ്ടാറുണ്ട്, ഞങ്ങൾക്ക് ആശ്വാസം തരാനുണ്ട്. അങ്ങനെ ഉണ്ടാവുമ്പോൾ എല്ലാത്തിനും ഒരു ധൈര്യമാണ്. ഫസൽ സാറിനോട് എന്തും ഒരു തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ തരും. ഞങ്ങൾ മംഗളാർത്തിൽ നിന്ന് വന്നതാണിത്. ഇത് എൻ്റെ മോന് 22 ഏജ് ആയി. ഓനക്ക് സ്കോളിയസ് ആയിട്ട് ഒരു 14 ഏജിൽ തുടങ്ങിയിട്ടുണ്ടത്. അത് ജസ്റ്റ് ഞങ്ങൾക്ക് അപ്പൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ എന്താ വീണെന്ന് വിചാരിച്ചിട്ടുണ്ടായി. പിന്നെ നോക്കും അങ്ങനെ അത് കൂടിയോണ്ട് വന്ന് കുറേ ഡോക്ടർ ആയുർവേദിക് ഇംഗ്ലീഷ് മെഡിസിനും എല്ലാം കാണിച്ച് അത് ഏതും ഞങ്ങൾക്ക് ശരിയായിട്ട് ഇതായില്ല. കുറേ സ്ഥലത്ത് പോവാത്ത സ്ഥലമൊന്നുമില്ല. ലാസ്റ്റ് ഞങ്ങൾക്ക് ഫസൽ സാറിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഇതിൽ കണ്ടിട്ട് ലിങ്കിൽ കണ്ടിട്ട് ഞങ്ങൾ കൂടെക്ക് വന്ന് ഒരു 6 മാസത്തിൽ ഞങ്ങൾ ഡെയിലി നോക്കിക്കൊണ്ടിട്ടുണ്ട് ഫസൽ സാറിൻ്റെ ഇൻസ്റ്റാഗ്രാം. പിന്നെ അങ്ങനെ ഞങ്ങൾ ഈ മാസം 16th ഇവിടേക്ക് വന്ന് ഞങ്ങൾ 6th വന്ന് ഇവിടേക്ക്. ഈ മാസം 6th വന്ന് ഡോക്ടറിൻ്റെ അടുത്തെല്ലാം കോൺടാക്റ്റ് ആയിട്ടെല്ലാം ഇതാക്കിയിട്ട് പിന്നെ 22 ഞങ്ങളെ ഓപ്പറേഷനെല്ലാം റെഡിയാക്കി. വെള്ളിയാഴ്ചയാണ് ഫ്രൈഡേ മോർണിംഗ് 9 o'clock വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ടായി ഓപ്പറേഷൻ തിയേറ്ററിൽ. നൈറ്റ് 11:30 ഒരു തിരിച്ച് തന്നെങ്കിൽ ഞങ്ങൾക്കപ്പോൾ ഒരു മണിക്കൂർ അപ്ഡേറ്റ് തന്നുകൊണ്ടിട്ടുണ്ടായി. പിന്നെ ഐസിയുലേക്ക് ഷിഫ്റ്റാക്കി. അന്ന് നന്നാക്കിയിട്ട് പിന്നെ സാറ്റർഡേ ഉച്ചയ്ക്ക് തിരിച്ചിട്ട് റൂമിൽ ഷിഫ്റ്റാക്കി. സൺഡേ പിന്നെ പൈപ്പെല്ലാം എടുത്ത് പിന്നെ സാറ്റർഡേ നടക്കാനെല്ലാം തുടങ്ങിയിട്ടുണ്ടായി. ഇപ്പോൾ സ്റ്റെപ്പ് കയറുന്നു. അൽഹംദുലില്ലാ നല്ലത്. 20ൽ എക്സ്റേ എടുത്തപ്പോൾ 74 ഡിഗ്രി ഉണ്ടായി. ഇപ്പോൾ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പറയുമ്പോൾ 93 ഡിഗ്രി ഉണ്ടായി. പിന്നെ ഞങ്ങൾ കൂടെ വന്ന് ഭാരി സന്തോഷമായി. ഇവിടെ ഞങ്ങളുടെ എല്ലാം നല്ല ക്ലിയറായി. ഞങ്ങൾക്കൊരു മിറാക്കലായി പോയത് ഇവിടെ വന്ന്.